എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു നാടൻ ഊണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഇതുവരെ കാണിക്കാത്ത റെസിപ്പികൾ വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഊണിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്കൊരു ഒഴിച്ചുകറി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് വെള്ളരിക്കയാണ്. ഒരു ചെറിയ വെള്ളരിക്കയുടെ പകുതി എടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊലിയും അതുപോലെ കുരുവുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് കീറിയത്. ഒരു പ്രഷർ കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒരു വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കാം. ഇനി പ്രഷർ കുക്കറിലല്ലാതെ നിങ്ങൾക്ക് മൺചട്ടിയിലോ സ്റ്റീൽ പാത്രത്തിലോ ഒക്കെ നിങ്ങൾക്ക് ഇത് വേവിച്ച് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഒരു 3/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് മെനു ആണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രഷർ കുക്കർ എടുത്തത്. ഇനി നമുക്ക് ഒരു തോരന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമയൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം. അപ്പോഴാണ് വെണ്ടയ്ക്ക അരിയുമ്പോൾ അല്ലെങ്കിൽ വഴുവഴുപ്പ് വരും. നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോഴും ഒരു വഴുവഴുപ്പ് വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഈ വെണ്ടയ്ക്കയിൽ പാടില്ല. വട്ടത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയും ഒരു സവാളയും എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നാൽ അതിലേക്ക് കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളിയോ സവാളയോ ഏത് വേണമെങ്കിലും എടുക്കാം, 2 വറ്റൽമുളക്, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും സവാളയും പച്ചമുളകും കൂടെ വട്ടത്തിലരിഞ്ഞാണ്, അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. തുറന്ന് വെച്ചും വേവിക്കാം, അടച്ചു വെച്ചും വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളമയം അതിൽ വരും. അതുകൊണ്ട് തുറന്ന് വെച്ച് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങയും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 2 അല്ലി വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഇതേ സമയം വെണ്ടയ്ക്കയിലേക്ക് ആവിയൊക്കെ കയറി അത്യാവശ്യം പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിന് മുകളിലായിട്ട് ഒന്ന് നിരത്തി കൊടുക്കാം. തേങ്ങ ഒരുപാടങ്ങ് അരഞ്ഞു പോയത്. അരഞ്ഞു പോയാൽ തോരൻ്റെ ടേസ്റ്റ് മാറും. കുറച്ചൊന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇന്നൊന്ന് നിരത്തി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങയിലേക്ക് ആവിയൊക്കെ നന്നായിട്ട് കയറി വന്നിട്ടുണ്ട്. ഇനി ഇത് തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്കറിൽ വെള്ളരിക്ക വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒഴിച്ചുകറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ വെള്ളരിക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ജീരകവും അതുപോലെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചിരിക്കുന്ന ഈ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തേങ്ങയുടെ അരപ്പ് ചേർത്തിട്ട് ഇത് തിളപ്പിച്ചെടുത്താൽ പിരിഞ്ഞൊന്നും പോവില്ല. തേങ്ങയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളപ്പിച്ച് എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് നല്ല തൈര് ചേർത്ത് കൊടുക്കാം. ഇനി തൈര് ചേർക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പച്ചമാങ്ങ വേവിച്ചതും ഇട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിവിടെ മാങ്ങയ്ക്ക് പകരം തൈരാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് തൈര് ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ട് ചേർക്കുക. കട്ടകളില്ലാതെ ചേർക്കുമ്പോഴാണ് നന്നായിട്ട് കിട്ടുന്നത്. നമ്മളിവിടെ 1 കപ്പ് നല്ല കട്ട തൈര് കട്ടകളില്ലാതെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഇളക്കിയിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് തീ ഓഫ് ചെയ്യാം. ഈ തൈര് കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഒരുപാട് ചൂടാകുകയാണെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കടുക് താളിക്കാം. ഈ കറിയിലേക്ക് കടുക് താളിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ പാത്രം വെച്ച് കൊടുത്തു. ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ നാടൻ കറികളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ എടുക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കടുകിടാം. കടുകിനൊപ്പം തന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പം ഒരു നുള്ളു ഉലുവയും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. കടുക് പൊട്ടി വന്നിട്ടാണ് ഉലുവ ഇടേണ്ടത്. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ നന്നായിട്ട് ഒന്ന് മൂത്തിട്ട് വേണം ഇതിലേക്ക് ഇനി വറ്റൽ മുളകും കറിവേപ്പിലയൊക്കെ ചേർക്കാനായിട്ട്. നമ്മളിവിടെ ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് മൂപ്പിച്ചിട്ട് വേണം കറിയിലേക്ക് ഒഴിക്കാനായിട്ട്. കുറച്ച് ദിവസം വെക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ ഉള്ളി നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. വറ്റൽ മുളകൊന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. അപ്പം നമ്മുടെ വെള്ളരിക്ക മോരുകറിക്ക് വേണ്ടിയിട്ടുള്ള താളിക്കൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മോരുകറിയിലേക്ക് ഒഴിക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മോരുകറിയാണ്. വെള്ളരിക്കയ്ക്ക് പകരം നിങ്ങൾക്ക് കുമ്പളങ്ങയോ ചേനയോ ചേമ്പോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്.
നമ്മൾ തേങ്ങ ചേർക്കാത്ത മോരുകറി ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. ഇനി നമ്മളൊരു അടിപൊളി എഗ് റോസ്റ്റാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് വറ്റൽമുളകും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ അതിലേക്ക് ഇനി കുറച്ച് കടുക് വേണമെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി ചേർക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒന്നുമില്ലാതെ വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടും മുട്ട റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം മീനൊക്കെ കിട്ടി തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് പകരം മീനും എടുക്കാവുന്നതാണ്. മുട്ട കഴിക്കാത്തവർക്കാണെങ്കിൽ നമ്മൾ ഇതിന് മുൻപ് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വെജ് മെനു അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വളരെ കുറച്ച് ഗരം മസാല അത് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതുപോലെ തന്നെ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. നമ്മളിവിടെ വളരെ കുറച്ച് വറ്റൽമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവില്ലാത്ത കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് വരഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്യുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴണ്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണിത് റോസ്റ്റ് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. മീനില്ലാത്ത ദിവസം ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഒരുപാട് ടൈപ്പിലുള്ള ലഞ്ച് മെനു അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പുതിയതായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളത് വരും വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്